അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ നോമ്പ് തുറ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂളർ ഓഫർ ചെയ്ത അനിയൻ ഷെരീഫിൻ്റെ സ്മരണക്കായി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കൂളർ ഓഫർ ചെയ്ത നമ്മുടെ മുഹമ്മദ് സാഹിബ് അദ്ദേഹമാണ് ഇന്നത്തെ നോമ്പ് തുറ നമുക്ക് ഓഫർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഈ റമദാൻ 27-നാണ് മരിച്ചത്. അല്ലാഹു തആല ഔഫാഖും മഗ്ഫിറത്തും അർഹമും നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഖബർ ചെയ്ത് സന്തോഷത്തിലേക്ക് കൊടുക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഷെരീഫ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ കൂളർ നൽകിയത്. നമുക്കറിയാം, വളരെ മഹത്വമുള്ള ഒരാൾ. വെള്ളം കുടിപ്പിക്കുക എന്ന് റസൂൽ ചോദിച്ചപ്പോൾ, എൻ്റെ ഉമ്മ മരിച്ചു, എന്താണ് ചെയ്യേണ്ടത് റസൂലെ ചോദിച്ചപ്പോൾ റസൂൽ വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞു. അത്രയും വലിയ മഹത്വമുള്ള ഒരു അമൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ കൂളർ തന്നതിൻ്റെയും മറ്റും അദ്ദേഹം സ്ഥാപനത്തിലേക്ക് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ അനിയൻ ഷെരീഫ് ക്ഷേത്രത്തിലേക്കുള്ള എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലേക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرانا من القران العظيم. هذه هديه واصله ورحمه نازله وبركه شامله بنا الى حضره نبينا محمد صلى الله عليه وسلم، إلى حضرات الأولياء الفارقين قدس الله سره، وإلى حضرات أولياء الله تعالى من مشارق الأرض إلى مغاربها، إلى حضرات أرواح آبائنا وأمهاتنا وجدنا وجداتنا، لا سيما منهم إلى حضرة من نبيناهما وقصدناهما بهذا يا رب العالمين. اللهم أنت تقلو منا باسمهما ونسبهما وحالهما يا رب العالمين. اللهم اغفر لهم يا غفار، اللهم ارحمهم يا رحمن. اللهم اجمع بيننا وبينهما في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. أرحم الراحمين ذنبنا قبولاتنا الله. اللهم സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇന്നത്തെ നോമ്പ് തുറ ഓഫർ ചെയ്ത മുഹമ്മദ് സാഹിബ് അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉപ്പ അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ. ഉപ്പാനെ ഖബറിലേക്ക് ഇതിനെ മിഥ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉപ്പാക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തോട് നീ കരുണ ചെയ്യണേ റഹ്മാനേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുജൻ ഷെരീഫ് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പാരത്രിക ജീവിതം നീ ഖൈറിനാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ അനിയന്റെ പേര് ചെയ്ത കൂളർ അല്ലാഹുവേ ആരെല്ലാമോ അതിൽ നിന്ന് വെള്ളമെടുക്കുന്നുവോ അതിന്റെ ഓരോ തുള്ളിയുടെയും പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത് ഖബറിലേക്ക് ഒരു ഈനാസാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ വിരിപ്പുകളും അവർക്ക് നീ ഖബറിൽ നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അല്ലാഹുവേ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഈ നോമ്പ് തുറപ്പിക്കലിന്റെ ഫضل കൊണ്ട് ഈ നിമിഷം തന്നെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നീ വുജൂബാക്കണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് അവർക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയതുപോലത്തെ അവരിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോടെ കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ നിന്ന് വിട പറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കോളേജ് ദർസിനെ സഹായിക്കുന്നവരെല്ലാം എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം വീട്ടിലും ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ നോമ്പ് മുതൽ ഇതുവരെ നോമ്പ് തുറ ഏറ്റെടുത്ത ഒരുപാട് ആളുകളെ അല്ലാഹുവേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ ജോലി, മക്കൾ, ബിസിനസ്, മറ്റുള്ള എല്ലാ കാര്യത്തിനും നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.